കാസർഗോഡ് കാഞ്ഞങ്ങാട് ആശുപത്രി ജനറേറ്ററിലെ പുക ശ്വസിച്ച് കുട്ടികൾക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായി. കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ആരോഗ്യ പ്രശ്നമുണ്ടായത്. 15-ലധികം വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരംഗ് സുരേഷ് ചേരുന്നുണ്ട്. സാരംഗ്, കുട്ടികളുടെ സ്ഥിതി എങ്ങനെയാണ് ഈ ആശുപത്രി ജനറേറ്ററിൽ നിന്നും കുട്ടികൾക്ക് പുക ശ്വസിക്കേണ്ടി വന്നത്? രതീഷ്, ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ വൈദ്യുതി നിലച്ചിരുന്നു. ഇതേ തുടർന്ന് ജനറേറ്റർ പ്രവർത്തിപ്പിച്ചു. ജനറേറ്ററിന് പുകക്കുഴലില്ല എന്നുള്ള പരാതി വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുന്നത്. പ്രദേശത്ത് നല്ല കാറ്റടിച്ചതിനെ തുടർന്ന് ഈ പുക തൊട്ടടുത്തുള്ള ലിറ്റിൽ ഫ്ലവർ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് പോവുകയായിരുന്നു. അവിടെ ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിക്കുകയായിരുന്ന 6ാം ക്ലാസ്, +1, +2 വിദ്യാർത്ഥികൾക്കാണ് പിന്നീട് ഇതേ തുടർന്ന് ശാരീരിക അസ്വസ്ഥത ഉണ്ടായത്. ഇവരെ തൊട്ടടുത്ത് തന്നെയുള്ള കാഞ്ഞങ്ങാട് ജനറൽ ആശുപത്രിയിലും അതുപോലെ തന്നെ അമ്മയും കുഞ്ഞും ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എന്തായാലും 38ഓളം കുട്ടികളെയാണ് നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. ഇപ്പോൾ ആശ്വാസകരമായ ഒരു വാർത്ത എന്നുള്ളത് മുഴുവൻ കുട്ടികളും അപകടനില തരണം ചെയ്ത് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങിപ്പോയി എന്നുള്ളതാണ്. എന്തായാലും ജില്ലാ ഭരണകൂടം ഈ വിഷയത്തിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. ജില്ലാ കളക്ടർ കാഞ്ഞങ്ങാട് സബ് കളക്ടറിൽ നിന്നും നേരിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി, സംഭവത്തെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി ഉടനടി തന്നെ സമർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഇത്തരത്തിൽ ചെറിയൊരു പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ എന്തായാലും കുട്ടികളുടെ ആരോഗ്യനില ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് കുട്ടികളെല്ലാവരും തന്നെ സുഖമായി ഇരിക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്തയാണ് രതീഷ്. ശരി, കാഞ്ഞങ്ങാട്ടെ അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ജനറേറ്ററിൽ നിന്നാണ് കുട്ടികൾക്ക് പുകയേറ്റത്. സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.